പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ ഒരു ഇഷ്ട ഇസ്ലാമിക അപ്പോളജിസ്റ്റാണ് സിംസാറുൽ ഹക്ക് ഹുദവി. അദ്ദേഹത്തിന് കള്ളം പറയാൻ മടിയില്ല, സാമൂഹ്യ വിരുദ്ധത പറയാൻ മടിയില്ല, വർഗീയത പറയാൻ മടിയില്ല. അതിനേക്കാളേറെ ഉള്ള കാര്യം കിതാബിൽ എന്തുണ്ടോ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും നോക്കാതെ തന്നെ അതേപടി വീമ്പിളക്കുന്ന ഒരു മഹാവിദ്വാനാണ് സിംസാറുൽ ഹക്ക് ഹുദവി. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. നബി മരിച്ചിട്ട് 3 ദിവസത്തേക്ക് മയ്യത്ത് അടക്കിയില്ല. എന്തുകൊണ്ടാണ് സഹാബാക്കൾ ഇത് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് 10-15 മിനിറ്റ് നീണ്ട ഒരു വീഡിയോ സുന്ദര ശബ്ദത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിശകലനമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് നബിയുടെ മരണത്തെക്കുറിച്ച് കൂടി 2 വാക്ക് പറയാതിരിക്കാനാവില്ല. നബി ഒരു ജൂത സ്ത്രീ ഉണ്ടാക്കി കൊടുത്ത ആട്ടിൻകാല് കഴിച്ചിട്ട്, ഇദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ആട്ടിൻകാലിൽ വിഷം ചേർത്തിരുന്നത്. കൂടെ കഴിച്ച ഒരാൾ മരിച്ചുപോയി. ഈ സ്ത്രീയെ പിന്നീട് കൊന്നു. നബി മരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് അങ്ങേയറ്റം കേടുപാട് സംഭവിച്ചു. അത് മുഖാന്തിരമാണ് അദ്ദേഹത്തിൻ്റെ മരണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. മരണവേളയിൽ കഠിനമായ വേദന കൊണ്ട് അദ്ദേഹം പുളയുകയും അദ്ദേഹവും ആയിഷയും അള്ളാഹുവിനോട് ഈ വേദന ഒന്ന് കുറച്ചു തരാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അള്ളാഹു അത് ചെവിക്കൊണ്ടില്ല. വേദന തീരെ സഹിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മറ്റൊരു വേളയിലും അള്ളാഹു സ്വീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകൻ മരണവേളയിൽ കിടക്കുമ്പോൾ ആ മകനെ രക്ഷിക്കാനായിട്ട് ഇദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനുണ്ടോ വേറെ പടി? അദ്ദേഹം അത് കേട്ടില്ല. കുട്ടി മരണപ്പെട്ടു. അതിൽ അതീവ ദുഃഖിതനായിരുന്നു. അത് കാരണം ആ കുട്ടിയുടെ മാതാവ് നബിയെ ചോദ്യം ചെയ്തു എന്നും, താങ്കൾ എന്ത് നബിയാണ്? താങ്കളുടെ പുത്രനെ രക്ഷപ്പെടുത്താൻ പോലും താങ്കളുടെ ദൈവത്തിനായില്ലല്ലോ എന്ന് ചോദിച്ചതായിട്ടും, അവളെ നബി തലാഹ് ചെയ്തതായിട്ടൊക്കെ കഥകൾ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലെന്താ വാസ്തവം, എന്താണ് തെറ്റെന്ന് ആർക്കാണ് അറിയുക? എന്തായാലും പറയപ്പെടുന്ന കഥകളാണ് നമുക്ക് ഇവിടെ വിശകലനം ചെയ്യാൻ പറ്റൂ എന്നിരിക്കെ, നമ്മൾ ആദ്യമായി സിംസാറുൽ ഹക്ക് ഹുദവിയുടെ വർത്തമാനത്തിലേക്ക് ഒന്ന് പോകാം. ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്തുകൊണ്ട് പുണ്യനബിയുടെ സ്വഹാബിമാർ അവിടുന്ന് വഫാത്തായപ്പോ തങ്ങളെ പെട്ടെന്ന് മറവ് ചെയ്തില്ല? എന്താ കാരണം എന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഉമ്മത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറയുമ്പോൾ ആരായിരിക്കണം ഹബീബിന്റെ പിൻഗാമി, ആരാവണം ഹബീബിന്റെ പ്രതിനിധി, ആരാവണം ഖലീഫ എന്ന ചർച്ച നടക്കുകയായിരുന്നു സഖീഫത്തു ബനി സാഇദ എന്ന പന്തലിന്റെ ഉള്ളിൽ. ഇവിടെ സിംസാറുൽ ഹക്ക് ഹുദവി പറയുന്നത് 3 ദിവസം മയ്യത്തിനെ തിരിഞ്ഞു നോക്കിയില്ല. അധികാര തർക്കമായിരുന്നു. ആരാവണം ഖലീഫ എന്നുള്ളതാണ് അധികാര തർക്കം. ഇപ്പം അദ്ദേഹം തന്നെ ഒരു വർത്തമാനത്തിൽ പറയുന്നുണ്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയോ തോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മത്സരിക്കാനുള്ള മനുഷ്യന്റെ അധികാരത്വര അദ്ദേഹം സാന്ദർഭികവശാൽ പറയുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഇതുമായി ചേർത്ത് നമുക്ക് വേണമെങ്കിൽ വായിച്ചു കളയാം. ഇപ്പം നബിയോടൊപ്പം ജീവിക്കാൻ സാഹചര്യം കിട്ടിയവർ, ഇപ്പം ഞാൻ നബിയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, 1440 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവരൊക്കെ ശ്രേഷ്ഠന്മാരാണെന്നും സ്വർഗത്തിൻ്റെ നേരിട്ടുള്ള അവകാശികളാണെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ എങ്ങനെ ആയിരിക്കണം?
കറ കളഞ്ഞ മനുഷ്യരായിരിക്കണം. തെറ്റുകുറ്റങ്ങളില്ലാത്ത, കള്ളം, ചതി, വഞ്ചന, അധികാര മോഹം കൂടി ഇല്ലാത്ത ആളുകളായിരിക്കണം. പക്ഷേ നബിയുടെ മയ്യത്ത് ആയിഷയുടെ വീട്ടിലിട്ടിട്ട് അപ്പുറത്ത് ചെന്നിരുന്ന് ഇവന്മാർ തമ്മിൽ ഭയങ്കര തർക്കമായിരുന്നു, ആരാകണം അടുത്ത ഖലീഫ. അവിടെ ഭൈമീ കാമുകന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. തർക്കം 3 ദിവസത്തേക്ക് നീണ്ടു നിന്നു. നോക്കൂ, 24 × 3 72 മണിക്കൂർ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം അഴുകിത്തുടങ്ങും. നാച്ചുറൽ പ്രോസസ്സാണത്. അത് അങ്ങനെ അഴുകാതിരിക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. എന്താ നമ്മൾ ചെയ്യുന്നത്? ഫോർമാലിഡിഹൈഡ് അത് ഉപയോഗിക്കും. അത് കണ്ടെത്തിയത് 1859 നബിയുടെ കാലഘട്ടത്തിൽ ചായ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചായ കുടിച്ചതായിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. അതായത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മിനിമം സുഖ സൗകര്യങ്ങളുടെ 7 അയലത്തെത്താൻ പോലും പറ്റാത്ത രീതിയിലാണ് നബി. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു 1000 രൂപയുടെ ഒരു ബൾബ് കത്തിച്ചാണ് വളരെ സൗകര്യപ്രദമായിട്ട് ഞാൻ ഈ പറയുന്നത്. എന്നെ കാണാത്ത നിങ്ങൾ എന്നെ കാണുമ്പോൾ, ഞാൻ നിങ്ങളെ കാണാത്ത നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ളതാണ് ഈ സൗകര്യങ്ങളുടെ വിശാലമായ ഒരു എന്താ പറയുക ഒരു മാപ്പ്. ഇതൊന്നും ഇല്ലാതെയാണ്. അപ്പം ഫോർമാലിഡിഹൈഡിൽ സൂക്ഷിക്കാനൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അഴുകും, ദുർഗന്ധം വമിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നു, മൂത്രമൊഴിച്ചിരുന്നു, വിയർത്തിരുന്നു, തൂറിയിരുന്നു, വിവാഹിതനായിരുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, കുട്ടികളെ ഉണ്ടാക്കി, വയറ്റുവേദന ഉണ്ടായി. സാധാരണ ഒരു ബയോളജിക്കൽ ബോഡിയാണ് അദ്ദേഹത്തിൻ്റെത്. നമ്മുടെ മോദിയുടെ ബയോളജിക്കൽ അല്ല എന്ന് പറഞ്ഞതുപോലൊന്നും അല്ല. അദ്ദേഹം ബയോളജിക്കൽ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന അതാണെങ്കിൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ബയോളജിക്കൽ ബോഡിയാണെങ്കിൽ മരിച്ചാൽ അതും ബയോളജിക്കൽ ബോഡി തന്നെയാണ്. അതിന് നടക്കേണ്ട കാര്യങ്ങൾ നാച്ചുറലായി എന്ന് നടക്കുമോ അതൊക്കെ നടക്കും. അത് ദുർഗന്ധം വമിപ്പിക്കലായിരിക്കും. ഈ സ്ത്രീകളൊക്കെ ബഹളം വെച്ചു. എടാ സഹാബാക്കളെ, ഇതിനെ ഒന്ന് തിരിഞ്ഞു നോക്ക്, ഇതിനെ കൊണ്ടൊന്ന് മാന്യമായി അടക്കുക. എത്രത്തോളം എന്ന് വെച്ചാല് ഇദ്ദേഹത്തെ കുളിപ്പിക്കണം. ഇദ്ദേഹം ഇട്ടിരുന്ന ഷർട്ട് പോലും മാറ്റാൻ പറ്റിയില്ല. അത്രത്തോളം ഷർട്ട് ഇദ്ദേഹവുമായി ഇടുക്കിച്ചേർന്നു. ആയിഷ മറ്റൊരു വിളി കേട്ടു, ഷർട്ടൊന്നും മാറ്റരുത്, മാറ്റാതെ കുളിപ്പിക്കണം. ജിബ്രീൽ എന്നാണ് പറയപ്പെടുന്നത്. ഈ ജിബ്രീൽ ഇങ്ങനെയാണ് കേട്ടോ, പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ആഞ്ഞു പാഞ്ഞു വന്നു വേണ്ട ഉപദേശം നൽകാൻ ജിബ്രീലിൻ്റെ ഒരു ത്രാണിയും തിടുക്കവും. ഇപ്പൊ ആശാനെ കാണാനേ ഇല്ല. ആശാനെ ഒന്ന് വാ, ഞങ്ങൾ ഒന്ന് കാണട്ടെ, കേൾക്കട്ടെ, പ്രചരിപ്പിക്കട്ടെ. എന്തായാലും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, തുണിയൊന്നും മാറ്റാതെ നിങ്ങൾ അദ്ദേഹം കുളിപ്പിക്കാം. അങ്ങനെ കുളിപ്പിച്ച് കിടന്ന കട്ടിലിന് താഴെ തന്നെയാണ് അത് അടക്കം ചെയ്തത്. കുറ്റം പറയരുത്. കുളിപ്പിക്കാനൊക്കെ വന്നത് അലിയും മക്കളും ഒക്കെ കഥ ഉണ്ട്. അത് ആ കഥ ആയിഷയുടെ ആളുകളൊക്കെ തള്ളിക്കളയും. നേരത്തെ പറഞ്ഞ അധികാര തർക്കത്തിന്റെ ഭാഗമായുള്ള ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് 3 ദിവസം ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ ദുർഗന്ധം വമിച്ച് സ്ത്രീകൾ വാവിട്ട് നിലവിളിച്ച് കുളിപ്പിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ മറവ് ചെയ്യേണ്ടി വന്ന ഒരു മൃതശരീരം ഒരു മാതൃകാ പുരുഷൻ്റേതാണോ? അള്ളാഹുവിൻ്റെ പ്രതിപുരുഷൻ്റെതാണോ? അള്ളാഹുവിൻ്റെ നബിയുടേതാണോ? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ സിംസാറിൽ ഹക്ക് ഹുദവിയെ ഞാനിവിടെ അഭിനന്ദിക്കുകയാണ്. കിതാബിലുള്ള കാര്യം മൂടിവെക്കാൻ ശ്രമിക്കുന്ന കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടാതെ സംശുദ്ധമായി തന്നെ
നമ്മുടെ കാസിമിയെ പോലെ ഈ കാര്യം പറഞ്ഞ സിംസാറുൽ ഹക്ക് ഹുദവിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കും. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത ക്ലിപ്പിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് എത്തി നോക്കാം. റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം വഫാത്തായതിനു ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്തത് എന്ന തത്വം, എന്ന യാഥാർത്ഥ്യം നമ്മൾ എത്ര പേർക്കറിയാം? എന്തിനത് ചെയ്തു സ്വഹാബിമാർ? എന്തിനത് ചെയ്തു? സ്വഹാബിമാർക്കറിയാം പുണ്യനബി തങ്ങൾ വളരെ പെട്ടെന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ നിർദ്ദേശമാണ് മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം, അത് ഡിലേ ചെയ്യരുത്. സിംസാർ പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ബോഡി മയ്യത്ത് അടക്കം ചെയ്യണമെന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ നബിയുടെ മയ്യത്ത് അടക്കാൻ 3 ദിവസം അധികാരമോഹ തർക്കം കാരണം നമ്മുടെ കേവലം പഞ്ചായത്ത് മെമ്പർമാരുടെ അവസ്ഥ പോലെ ഇവര് തർക്കിച്ചു കൊണ്ടേയിരുന്നു. അപ്പം നബിയുടെ ഉപദേശം നബിയുടെ കാര്യത്തിൽ പോലും നടപ്പിലാക്കാൻ പറ്റിയില്ല, കൂട്ടാക്കിയില്ല, വകവെച്ചില്ല. ഇതൊരു പ്രധാന പോയിന്റാണ്. നബി മുടക്കം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നിസ്കാരം അതങ്ങ് മുടക്കിക്കളയരുത്, ആകാശം ഇടിഞ്ഞു വീണ് സർവവും ബോംബ് സ്ഫോടനം വന്നതുപോലെ, ന്യൂക്ലിയർ ബോംബ് പോലെ നിസ്കാരം മുടക്കിക്കഴിഞ്ഞ് അത് 5 നേരവും മുടങ്ങാതെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഒന്ന് മരിച്ചാൽ അടക്കാതിരിക്കരുത്. ഇപ്പം വിദേശത്ത് മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാൽഡിഹൈഡിൽ സൂക്ഷിച്ച് 2-3 ദിവസവും ഒക്കെ നമ്മൾ മോർച്ചറിയിൽ കൊണ്ടുവയ്ക്കും. ഇപ്പം അവകാശികളില്ലാത്ത മൃതദേഹങ്ങളെയും നമ്മൾ അങ്ങനെ സൂക്ഷിക്കാറുണ്ട്. നമുക്കിങ്ങനെ സൂക്ഷിക്കാൻ കഴിവുണ്ട്. ഈ ഫോർമാൽഡിഹൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് കേടുപാട് സംഭവിക്കില്ല. അതൊരു കെമിക്കൽ ആക്ഷനാണ്. ഒരു കെമിക്കൽ ആയതുകൊണ്ട് 1859 കണ്ടെത്തിയത്. അപ്പം നബി എന്തു പറഞ്ഞാലും ഈ സ്വർഗത്തിന്റെ നേരവകാശികളായ സഹാബാക്കൾ സൗകര്യമുള്ളത് മാത്രമേ കേൾക്കുള്ളൂ, അല്ലാത്തതങ്ങ് തമസ്കരിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 3 ദിവസമായി തിരിഞ്ഞു നോക്കപ്പെടാതെ കിടന്ന മയ്യത്തിൻ്റെ അവസ്ഥയെന്ന് സിംസാറ് പറയുമ്പോൾ നമ്മളത് കേൾക്കുക, മനസ്സിലാക്കുക, ആന്തരിക അർത്ഥം വായിച്ചെടുക്കുക. ഇനി മറ്റൊരു തമാശയുണ്ട് കേട്ടോ. അതായത് ഉമർ ബിൻ ഖത്താബ്, ശ്രേഷ്ഠൻ, മഹാൻ, മാതൃകാ പുരുഷൻ, അറിവുള്ളവൻ, ജ്ഞാനി, തത്വജ്ഞാനി, സ്വർഗത്തിന്റെ നേരവകാശികളിൽ ഒരുത്തൻ. ഇദ്ദേഹം പറഞ്ഞ എന്തെന്നറിയുമോ? നബി മരിച്ചു കിടക്കുമ്പോൾ ഇയാൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പണ്ടൊരിക്കൽ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. പണിക്കേണ്ട വീടാണ്. പണിക്കേണ്ട ഭാര്യ ഞങ്ങളൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി വേണ്ടതിൽ സംസ്കരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്ത്രീ പാവമാണ്, അവർ ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീ. അവർ വന്ന് ഞങ്ങളോട് പറയും, നിങ്ങൾ എന്തിനാ ഈ കൂടി നിൽക്കുന്നത്? അദ്ദേഹം ഉറങ്ങട്ടെ, അദ്ദേഹത്തിനെ ഉറങ്ങാൻ അനുവദിക്കൂ. ആ നിഷ്കളങ്കയായ സ്ത്രീയുടെ സ്ഥലത്താണ് ഞാൻ ഉമറിനെ കാണുന്നത്. നബി ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. നോക്കൂ, അതായത് 2ാം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട് മുസ്ലിം ഉമ്മത്തിനെ നയിക്കാനുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തൊരു വ്യക്തി. അപ്പം അബൂബക്കറിന്റെ സ്ഥിരമടവുണ്ട്. ഹദീസ് നബി പറഞ്ഞു, ആന ചേന 63 78 786. അബൂബക്കർ തട്ടിവിട്ടു. ഞാനും മരിക്കുമെന്ന് നബി പറഞ്ഞിട്ടുണ്ട് ഉമറേ, അതുകൊണ്ട് ഉമറേ നബി മരിച്ചു. അങ്ങനെയോ, എങ്കിൽ നബി മരിക്കട്ടെ എന്നാണ് ഇത് പറഞ്ഞത്. അപ്പം ഉമർ സമ്മതിക്കാത്ത ഒരു കഥയുണ്ടെങ്കിൽ ഉമറിന്റെ മനോഭാവം, ചിന്ത, അറിവ്, ജ്ഞാനം, മരണം, ശരീരം, ജീവിതം, ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. ഇനി നമുക്ക് സിംസാറിനെ ഒന്ന് കണ്ട് മടങ്ങി വരാം.
ആരാവണം ഖലീഫ, ആ ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ 3 ദിവസം നീണ്ടുപോയി. മദീനക്കാരായ അൻസ്വാരില്ലയോ ഹബീബിന് അഭയം കൊടുത്തവർ ഞങ്ങളല്ലയോ ആദ്യം ജുമുഅ തുടങ്ങിയവര്? മദീനക്കാരാദ്യം ജുമുഅ തുടങ്ങിയത്. ജുമുഅ എന്നുള്ള പേരിട്ടതിന് മദീനക്കാരാണ്. അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു അൻഹു തങ്ങൾ മക്കത്ത് വരുന്നുള്ളൂ, അപ്പോഴേക്കും ഇവിടെ ജുമുഅ നടന്നിട്ടുണ്ട് മദീനയിൽ. ഞങ്ങളല്ലയോ ഹബീബിന് സഹായം ചെയ്തത്, ഞങ്ങളല്ലയോ ഹബീബിന് കാശ് കൊടുത്ത് സഹായിച്ചത്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്നാവണം ഖലീഫ എന്ന് ന്യായമായും മുഹാജിറുകളായ അൻസ്വാരികളായ മദീനക്കാർ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേതാക്കന്മാർ ഖുറൈശികളിൽ നിന്നാവണമെന്ന് ഹബീബിന്റെ ഹദീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളിൽ പെട്ടവരാകണം ഖലീഫയാവേണ്ടത്. അപ്പം മയ്യത്ത് ഒരു ഭാഗത്ത് കിടന്ന് ദുർഗന്ധം വമിച്ച് ആ സ്ത്രീകൾ വളരെ പ്രയാസപ്പെട്ട് അവിടെ ഇരുന്നപ്പോൾ ഇപ്പുറത്ത് 3 ദിവസമായി സഹാബാക്കൾ തമ്മിൽ അധികാര തർക്കമാണ്. നോക്കൂ, അതായത് പുണ്യപുരുഷൻ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പ്രപഞ്ചം സൃഷ്ടിക്കാനുണ്ടായ കാരണക്കാരൻ, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മുഹമ്മദ് റസൂലെന്ന് അംഗീകരിച്ചേ പറ്റൂ. അള്ളാഹു ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം ആകുമോ? അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ മേത്തനാകണമെങ്കിൽ, മേത്തർ ഉയർന്നവൻ ആകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയണം. അപ്പം ബാങ്ക് വിളിക്കുന്നുണ്ട്. എന്തിനാ ബാങ്ക് വിളിക്കുന്നത്? 5 നേരം പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി, നിസ്കാര സമയമായി എന്നറിയിക്കാൻ വേണ്ടിയാണ്. നിസ്കാരത്തിന് സമയമായി വന്നോളൂ, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകും. അതിലെന്തിനാണ് മുഹമ്മദിന്റെ പേര് പറയുന്നത്? അല്ലാഹു അക്ബർ, അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ള. ഈ റസൂല് മരിച്ചു കിടന്നിട്ട് അതിനെ മാന്യമായ രീതിയിൽ സംസ്കരിക്കാനുള്ള മെനക്കാട് പോലും ചെയ്യാൻ താല്പര്യമില്ലാത്ത, അവഗണനയുടെ അങ്ങേയറ്റം മൂർത്തിമദ്ഭാവത്തിൽ നിൽക്കുന്ന സഹാബാക്കളുടെ സ്വഭാവമുണ്ടല്ലോ. ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ടത്, നബി മരിച്ചു 3 ദിവസം. യാസിർ ഖാദി പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ, പക്ഷെ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു മഹാവിദ്വാൻ പറഞ്ഞതാണ്, യൂട്യൂബിൽ കണ്ടതാണ്. നബി മരിച്ചപ്പോൾ ഖുറൈശികളും അറബികളും ഒത്തുകൂടിയില്ല 3 ദിവസത്തേക്ക്. ഒരാൾ വന്ന് നോക്കും, പോകും, മറ്റൊരാൾ വന്ന് നോക്കും, പോകും. ഒരു ന്യായീകരണത്തിൻ്റെ തരം താളൽ നിങ്ങൾ നോക്കും. അടക്കാതിരിക്കാനുള്ള കാരണം വേറെയെന്ന് ഇവിടെ സുവ്യക്തമായി നമ്മുടെ സിംസാൽ ഹക്ക് ഹുദവി ഉസ്താദ് പറയുമ്പോൾ, മറ്റൊരു വടക്കൻ ഉസ്താദ് പറയുന്നത് അവിടെ അടക്കാൻ പാകത്തിൽ ആളുകൾ വന്നു ചേർന്നില്ല. ഈ വ്യാഖ്യാനം എന്നുള്ളത് ബഹുരസമാണ് കേട്ടോ, ഭയങ്കര രസം പിടിച്ച ഒരു കാര്യമാണ്. അപ്പം അൻസാരികൾ ആരായി? അൻസാരികൾ നബി മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിലുള്ള മദീനക്കാരായ ആളുകളാണ് ഈ അൻസാരികൾ. നബിക്ക് അഭയം നൽകി. എന്തിന്? ഭാര്യമാരെ പോലും പങ്കിട്ട് മക്കക്കാർക്ക് കൊടുത്ത അൻസാരികൾ നബിയായി തീരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തതിലെ പങ്ക് ചരിത്രപരമായി മദീനക്കാർക്കുണ്ട്. ഒരു തമാശ, ആദ്യം സ്വർഗത്തിൽ പോകുന്ന 10 പേരുടെ ലിസ്റ്റ് നബി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മദീനക്കാരെ പറയുന്ന പേരാണ് അൻസാരികൾ. ആ 10 പേരിൽ ഒരു അൻസാരി പോലും ഇല്ല എന്ന് എന്നോട് സുലൈമാൻ പെരിങ്ങത്തൂർ പറഞ്ഞത് ഞാനിപ്പം ഓർമ്മിക്കുകയാണ്. അൻസാരികൾക്ക് അത്രേ വിലയുള്ളൂ. ഈ അൻസാരികൾ നബി മരിച്ചപ്പോൾ പറഞ്ഞു, നബിയെ സഹായിച്ചത് ഞങ്ങളാണ് നിങ്ങൾക്ക് അഭയം തന്നത്, ഇത് ഞങ്ങളുടെ നാടാണ് മദീന, അതുകൊണ്ട് ഖലീഫയാകാൻ ഞങ്ങളാണ് അതീവ യോഗ്യർ. ഖുറൈശികൾ മുഹാജിറുകൾക്ക് അത് സമ്മതമേ അല്ല. അവർ പറഞ്ഞു പറ്റില്ല. അബൂബക്കർ അടവെടുത്തു. നബി പറഞ്ഞിട്ടുണ്ട്, ഏതു കാര്യത്തിലും നബി പറഞ്ഞു എന്ന് തട്ടിത്തള്ളിയാൽ പിന്നെ ആരും അതിൽ തള്ളാൻ വരില്ല. അവിടം കൊണ്ട് നിൽക്കും. നബി എന്നാ പറഞ്ഞത്? ഖലീഫ ആകേണ്ടത് മെക്കക്കാരായിരിക്കണം. എന്താ ഈ മെക്കക്കാർക്ക് പ്രത്യേകത? മുസൽമാനിൽ കൂടിയവനും കുറഞ്ഞവനും ഉണ്ടോ? 1-ാം തരക്കാരനും 2-ാം തരക്കാരനും ഉണ്ട്. മക്കക്കാരെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കി സൃഷ്ടിച്ചു. എന്താ ഈ ശ്രേഷ്ഠരാക്കുക?
എത്ര വെയിൻ കൂടുതലുണ്ട്, എത്ര കണ്ണധികമുണ്ട്, എത്ര വിരലധികമുണ്ട്, എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, പട്ടിയുടെ ഘ്രാണശേഷി ഉണ്ടാകുമോ ഈ പ്രത്യേകത ശ്രേഷ്ഠത കൊണ്ട്. അങ്ങനെ നബി പറഞ്ഞിട്ടുണ്ട് പോലും. അടവ് നോക്കണേ, അടവും തള്ളും പ്രയോഗവും ഒക്കെ ആദ്യം ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തള്ളിയ തള്ളാണ്. നബി പറഞ്ഞിട്ടുണ്ട്, മക്കക്കാർ തന്നെ ആകണം, അത് ഖുറൈശികൾ തന്നെ ആകണം ഖലീഫ. അമ്പട മോനെ, നീയൊക്കെ ഖലീഫ ആകാൻ വന്നു. മുഹാജിറുകൾ ഞങ്ങളിരിക്കെ അൻസാരികളായ നിങ്ങൾ. അങ്ങനെ ആ അടവ് പയറ്റി അദ്ദേഹം അവരെ ഒന്ന് ഒതുക്കി തീർത്തു എന്നുള്ളതാണ് സിംസാർ ഇവിടെ പറഞ്ഞ വർത്തമാനം. ഇനി എന്താണ് സിംസാറിന് പറയാനുള്ളത് കേട്ടു നോക്കിയാലോ. വാ. പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിലും വാർഡിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ഈ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്. കളറിയോ പോലെ കിട്ടാതിരുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരിക്കൽ പ്രസിഡന്റ് ആയാലും പിന്നെ വൈസ് പ്രസിഡന്റ് ആകുന്നത് പോലും സഹിക്കാൻ പറ്റില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മഹാനാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പറഞ്ഞു സിദ്ദീഖ് അതൊന്നും പറഞ്ഞ കാര്യമില്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ അൻസാരികളും മുഹാജിറും ഒന്നാകെ ബൈഅത്ത് ചെയ്തു. അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത്. കേട്ടല്ലോ. ഉമർ പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾ പാമ്പ് കടിയേൽക്കാൻ പോയ ആളാണ്, ഗുഹയിൽ കഴിഞ്ഞ ആളാണ്. അതാണ് ഇതാണ് 63 72 786. അതുകൊണ്ട് നിങ്ങൾ ഖലീഫ ആയാൽ മതി. അബൂബക്കർ പറഞ്ഞ എന്താണ്? ഖുറൈശികളെ ഖലീഫയാകാവൂ, മക്കക്കാരെ ഖലീഫയാകാവൂ, അൻസാരികൾക്ക് പാടില്ല പാടില്ല പാടില്ല, പണ്ടേ പാടില്ല. അങ്ങനെ പ്ലാറ്റ്ഫോം വിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഉമർ വണ്ടി അങ്ങ് തള്ളി. എങ്ങനെ? അബൂബക്കറിനോട് പറഞ്ഞു. അബൂബക്കർ ആദ്യം നിരസിച്ചു, എനിക്കൊന്നും പറ്റൂല കേട്ടോ, നീ ചുമ്മാ വല്ലതും പറയലടേ, നീ വേണമെങ്കിൽ ആയിക്കോ, എന്നെ കൊണ്ടൊന്നും പറ്റൂല. അവസാനം അബൂബക്കർ ആയി. അധികാര തർക്കത്തിൻ്റെയും അധികാര മോഹത്തിൻ്റെയും എന്താ പറയുക വടംവലിയുടെ പരിണിതി അബൂബക്കർ ഖലീഫയായി. ഇവിടെ സിംസാറുൽ ഹക്ക് ഉദവി ശരിക്കും ഒരു കള്ളത്തരം കളിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് കളിക്കാതിരിക്കാനാവില്ല. ഈ ഷിയ സുന്നി കോൺഫ്ലിക്റ്റിന്റെ അടിസ്ഥാന ഹേതു കിടക്കുന്ന ഇവിടെയാണ്. അലിക്ക് മോഹമുണ്ടായിരുന്നു, അലി തന്നെ ഖലീഫ ആകണമെന്ന് നബി പറഞ്ഞതായിട്ടാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. നബിയുടെ കുടുംബ പരമ്പരകൾപ്പെട്ട ആളുകളായിരിക്കണം. അബൂബക്കർ പറഞ്ഞത് ഖുറൈശി വംശം എന്നല്ലേ. ഒരു പടി കൂടി മുന്നിൽ കിടന്നുകൊണ്ടാണ് ഷിയാക്കൾ പറയുന്നത് നബിയുടെ സന്തത പരമ്പരയിൽപ്പെട്ട, നബിയുടെ ബന്ധുക്കൾ, നബിയുടെ അനുജൻ, മരുമകൻ, മകളുടെ ഭർത്താവ്. തഴഞ്ഞു. ഈ ഖലീഫ ആയത്തിന് ശേഷം ബൈഅത്ത് ചെയ്യണം. ഈ ബൈഅത്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്തുണ പ്രഖ്യാപിക്കണം. അലി പിന്തുണ പ്രഖ്യാപിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കുറെ ദിവസത്തേക്ക് എന്നെ വീഴ്ത്തിയിട്ട് നീ ഖലീഫയായാൽ നിനക്ക് എൻ്റെ പിന്തുണ ഇല്ല ഹേ എന്നായിരുന്നു അലിയുടെ നിലപാട് കുറെ ദിവസത്തേക്ക്. എന്താണ് അപ്പം അലി നമ്മുടെ സിംസാറുൽ ഹക്ക് ഉദവിയുടെ പ്രസംഗത്തിന്റെ എവിടെയും അലി എന്ന പേരേ ഉച്ചരിക്കപ്പെട്ടില്ല. നോക്കൂ, ചരിത്രത്തിൽ അവർ പറയുന്ന ചരിത്രത്തിൽ തന്നെ വളച്ചൊടിക്കലുകൾ, എടുത്തു മാറ്റലുകൾ, കള്ളത്തരങ്ങൾ, ചതി ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇതൊക്കെ എന്നാ മാതൃകാപരമെന്നാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ കുട്ടിഘോഷിക്കുന്നത്. പിന്നെ അബൂബക്കറിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇദ്ദേഹം അബൂബക്കർ സിദ്ദീഖാണ്. സിദ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാശം കയറി നബി അള്ളാഹുവിനെ കാണാൻ പോയ കാര്യം സഹാബാക്കൾ അവിശ്വസിച്ചുകൊണ്ട് അബൂബക്കറിനോട് എന്ന് പറഞ്ഞു, ബക്കറെ നബി ഇങ്ങനെ തള്ളുന്നു, ഇത് വിശ്വസിക്കാൻ കൊള്ളാമോ? നബി അങ്ങനെ പറഞ്ഞുവോ? പറഞ്ഞു. എങ്കിൽ അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് സിദ്ദീഖായത്. ആ സിദ്ദീഖിനൊരു പ്രത്യേകതയുണ്ട്. 10 പേരിൽ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതിൽ ഒരാളായിരിക്കും. ഫസ്റ്റ് കമ്പാർട്ട്മെന്റ്. നമ്മൾ പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 8-10 സീറ്റുകൾ VIP സീറ്റുകളാണ്. അതുപോലെ VIP ആണ്. 10 VIP-യിൽ VIP നബി കഴിഞ്ഞാൽ, അംബിയ മുർസലീങ്ങൾ കഴിഞ്ഞാൽ അടുത്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അബൂബക്കർ എന്നാണ് ഇവിടെ സിംസാറുൽ ഹക്ക് ഉദവി പറയുന്നതെങ്കിൽ
ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അധികാര തർക്കത്തിൽ ഒരു വിഭാഗത്തെ മനഃപൂർവ്വം തേജോവധം ചെയ്ത് ഒഴിവാക്കി അലിയെ നിഷ്കാസനം ചെയ്ത കഥയാണ്. അത് സിംസാറുൽ ഹക്ക് ഹുദവി മനഃപൂർവ്വം പറയാതെ ഒളിപ്പിച്ചു വയ്ക്കുന്നു. അത് ഹുദവിയുടെ കുഴപ്പമല്ല, ആ കഥകളുടെ കുഴപ്പമാണ്. നമുക്കിനി സിംസാറുൽ ഹക്കിയുടെ ബാക്കി കൂടെ കേട്ടിട്ട് പോരെ അടുത്ത വർത്തമാനം? ബാ ഒന്ന് പോകാം. ഓരോരുത്തർക്കും പറയാം, ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ താമസിപ്പിച്ചുകൂടാ എന്നറിയുന്ന സ്വഹാബികളിൽ ഒരാൾ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞില്ല. ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം മറവ് ചെയ്യാതെ 3 ദിവസം അവിടെ വെച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുകയായിരുന്നു. 3 ദിവസവും സുഗന്ധങ്ങൾ വരുന്നു. പ്രവാചകന്മാരുടെ ശരീരം തിന്നരുത് എന്ന് ഭൂമിയോട് അള്ളാഹുവിന്റെ ആജ്ഞയുണ്ട്. ഒരു നബിയുടെ ശരീരവും മണ്ണ് തിന്നുകയില്ല. അതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ എങ്ങനെയാണോ റൗദയിൽ ആ ഹുജറയിൽ കൊണ്ടുപോയി മറവ് ചെയ്തത്, അതുപോലെ ഹബീബ് അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഉമ്മത്തിയുടെ വിശ്വാസം. മുസ്ലിം ഉമ്മത്തിന്റെ അതാണ്. 3 ദിവസവും ഒരു സഹാബാക്കൾ പോലും നബിയെ അടക്കണമെന്നോ ആ മയ്യത്തിനെ എന്തു ചെയ്യണമെന്നോ മിണ്ടിയില്ല എന്നാണ് സിംസാർ പരിതപിക്കുന്നത്. അധികാര തർക്കത്തിന്റെ ശ്രേണിയിൽ കുടുങ്ങി തീവ്ര ചർച്ചയിലിരിക്കുന്നവരുടെ കീഴിലുള്ള ആളുകൾ അവരോടൊക്കെ പേടിയാണ്. ഈ എന്തു പറഞ്ഞാലും വാളും വെട്ടുവാണ്. അങ്ങനെയുള്ളപ്പോൾ ഇവന്മാരുടെ മുമ്പിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സ്വന്തം തല മറ്റേത് തലയേക്കാളും പ്രധാനമാണ്. എത്ര പറഞ്ഞാലും ശരി, പറയാൻ കൊള്ളാം. ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ഒക്കെ സ്നേഹിക്കണം, അതൊക്കെ പറയാൻ കൊള്ളാം, സ്നേഹിക്കൂ. എന്നെ ഞാൻ സ്നേഹിക്കാതെ ഞാൻ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കും? പറയാം, ഭയങ്കരമായി പറയാം. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എനിക്ക് എന്നോട് സ്നേഹമില്ല. ഒരു ജീവനാണോ, ഒരു ജീവിയാണോ, അതിന് സസ്റ്റെയിൻ ആവശ്യമാണോ? ഞാൻ എന്നെ സ്നേഹിച്ചിരിക്കും. എൻ്റെ പ്രഥമ പരിഗണന ഞാൻ, മീ, ME. അങ്ങനെയുള്ളപ്പോൾ ആരും ഇത് പറയാതിരിക്കാൻ കാരണം ഈ തലയോടുള്ള സ്നേഹം കൊണ്ടാണ്. വെട്ടി പരിശയാക്കി കളയും യുവന്മാർ. മരിച്ച മയത്തിനോട് യാതൊരു പരിഗണനയുമില്ലാത്തതാണ് തർക്കം. അൻസാരിയോ മുഹാജിറോ ഖുറൈശിയോ നബിയോ നബിയുടെ സന്തതി പരമ്പരയോ എന്നുള്ള തർക്കം മൂത്ത് നിൽക്കുന്നവന്മാരുടെ ഇടയിൽ അധികാര ഭ്രാന്ത് തലയിൽ കയറി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ചെന്ന് ഏതെങ്കിലും പാവപ്പെട്ട സഹാബി നബിയെ ഒന്ന് അടക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ ആദ്യം അടക്കുന്നത് ഇവനെ ആയിരിക്കും. ആരും മിണ്ടിയില്ല എന്ന് ഇദ്ദേഹം പരിതപിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിതപിക്കാൻ മാത്രമേ പറ്റൂ. ഇനി ഒരു തമാശ പറയുന്നുണ്ട് സിംസാറുൽ ഹക്ക് ഹുദവി. എന്താണ് നിങ്ങൾ കേട്ടല്ലോ? നബിയുടെ ശരീരം മണ്ണ് തിന്നില്ല. നബിയുടെ എന്നല്ല, ഏത് നബിമാരുടെയും ശരീരത്തെ മണ്ണിനോടുള്ള ആജ്ഞാപി നീ തിന്നരുത്. നബിയുടെ ശരീരം എവിടെ നിന്നുണ്ടായി? ഞാൻ 56-ലാണ് ജനിച്ചത്. ഒരു 54-ൽ ഞാൻ എവിടെയായിരിക്കും? എൻ്റെ വാപ്പ കഴിച്ച അരി, തേങ്ങ, പുട്ട്, മസാല, ബീഫ്, ബറോട്ട ഒന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് ആയിരിക്കാൻ ഞാൻ ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഞാൻ ഈ ഭൂമിയിലെ മൂലകങ്ങൾ, സംയുക്തങ്ങൾ ഞാൻ മണ്ണിലേക്ക് തിരിച്ചു പോകും. അതങ്ങ് ഉൾക്കൊള്ളും. കത്തിച്ചോ അല്ലാതെയോ വെള്ളത്തിൽ കൊണ്ടിട്ടാലും ഒക്കെ ഇതങ്ങ് ഉൾക്കൊള്ളും. അതാണ് ഒരു നാച്ചുറൽ പ്രോസസ് എന്നിരിക്കെ തിന്ന് തൂറി മൂത്രമൊഴിച്ച് ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉയർത്ത് കുടലിൽ വേദന വന്നു മരിച്ച ഒരു വ്യക്തി, ആ ശരീരം മണ്ണു തിന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കാൻ വഴിയുണ്ട്. ഇവർ സമ്മതിക്കില്ല. കാര്യം അടക്കപ്പെട്ട സ്ഥലത്ത് തോണ്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ആപ്റ്റായിട്ട് നിലനിൽക്കണം. ചില മൃതശരീരങ്ങളൊക്കെ കുറെ കാലത്തേക്ക് കേടുപാട് കൂടാതെ ഇരിക്കുമെങ്കിലും അത് പൂർണ്ണമായും മരിച്ച അവസ്ഥയിലെ രീതിയിലായിരിക്കില്ല. കുറെ കുഴപ്പങ്ങൾ ആ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മൾ വീട് വയ്ക്കും, ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ ഡോറ്, ജനൽ ഇതൊക്കെ അടയില്ല കേട്ടോ. അതിൻ്റെയൊക്കെ കോണിപ്പുകൾ ഉണ്ടായി. എൻ്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഡോർ അടച്ചാൽ അടയില്ല, ജനൽ അടച്ചാൽ അടയില്ല. പലതും പല രീതിയിലാവും. മതിൽ വിണ്ടു. ഇതൊക്കെ കോൺക്രീറ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഇതിലെ ഫ്രഗൈലായ ഈ ബോഡി
ഈ തള്ളിനൊക്കെ ഒരു മയം വേണ്ടേ? തള്ളിയ ഈ ആരെയാണോ നിങ്ങൾ തള്ളുന്നത്, അവൻ മൂക്കറ്റ ഇടിച്ച് വീഴാതെ ഒന്ന് തള്ളാൻ നോക്കണ്ടേ? തള്ളിനൊരു തള്ള്, അയ്യോ ഭയങ്കരമായ തള്ളു. നബിയുടെ ശവശരീരം നമുക്ക് ആ ഒരു മൃതശരീരം അടക്കിയിരിക്കുന്ന സ്ഥലത്തൊന്ന് തോണ്ടി നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ആളുകൾ ശ്രമിച്ചു എന്നൊക്കെ ഒരു പല കഥകളും ഇതൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യാനായിട്ട്. പോട്ടെ. ഇനി അതിനേക്കാളും തമാശയായ കാര്യം, ഈ മയ്യത്ത് 3 ദിവസവും അവിടെ കിടന്നപ്പോൾ സുഗന്ധം വമിക്കുന്നതായിട്ടല്ലേ ഇപ്പം സിംസാർ പറഞ്ഞത്? ഇതെന്തൊരു വർത്തമാനമാണ്? ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് സുഗന്ധം എന്താ ഈ സുഗന്ധം? കെമിക്കലുകളാണ്. പ്രകൃതി ആ പൂവിൽ സുഗന്ധമുണ്ടാവും, തേനിലോ മറ്റ് ചില കാര്യങ്ങളിലൊക്കെ സുഗന്ധമുണ്ടാവും. അതൊക്കെ നമ്മൾ സംസ്കരിച്ചെടുക്കുന്നതാണ്. സെന്റ്, സുഗന്ധദ്രവ്യങ്ങൾ മനുഷ്യന്റെ കൈകടത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. നമ്മുടെ ബോഡിയിലോ ഇത് സെല്ലുകളാൽ നിർമ്മിതമാണ്. എൻ്റെ ബോഡിയിൽ എൻ്റെ സെല്ലുകളാൽ കൂടുതൽ ബാക്ടീരിയ ഉണ്ടെന്നാണ് പറയപ്പെടുന്നതല്ല, അങ്ങനെ തന്നെ. എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമായ ഓക്സിജനും ഊർജവും കിട്ടാതാകുമ്പോൾ ഡീകമ്പോസിഷൻ തുടങ്ങും. ഈ ഡീകമ്പോസിഷൻ്റെ മറ്റൊരു തനതായ ചേർന്ന ഗുണമാണ് ദുർഗന്ധം. ദുർഗന്ധം ഉണ്ടാകുന്നത് അഴുകലിൻ്റെ, നശിക്കലിൻ്റെ ഒരു രീതിശാസ്ത്രമാണെങ്കിൽ ഡെഡ് ബോഡി നശിക്കില്ല, അതിന് സുഗന്ധമുണ്ടാകും എന്ന് പറയുന്നതിലെ കള്ളത്തരം, വഞ്ചന, ചതി, ഇതൊക്കെ വേണോ മതം വളർത്താൻ? മതം ഇങ്ങനെ വളർത്താൻ പറ്റുള്ളൂ കേട്ടോ. ചതി, വഞ്ചന, കളവ്, എടുത്തുമാറ്റൽ, തിരികെ കയറ്റൽ, അങ്ങനെയുള്ള മനുഷ്യ ബുദ്ധിയെ കൊഞ്ഞനം കുത്തുന്ന അല്പജ്ഞാനികളായ മനുഷ്യരുടെ തലയ്ക്കകത്ത് വന്നുപോയ ഒരു ഡിഫാൾട്ടിനെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കള്ളക്കഥകൾ. ഇന്ന് ഇതൊന്നും വിലപ്പോവില്ല. ഡെഡ് ബോഡി മണക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംസാറിൽ ഹക്ക് ഹുദവിക്ക് മൈക്ക് വെച്ച് കെട്ടി സംസാരിക്കാനും പണം വാങ്ങിയോ വാങ്ങാതെ ദുബായിലേക്ക് പറക്കാനോ പറ്റുമെന്നല്ലാതെ ഒരു കുഞ്ഞു പോലും ആത്മാർത്ഥമായി ഇത് വിശ്വസിക്കത്തില്ല. ഓക്കെ, മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.